പൊറോട്ട ഒരു ജനപ്രിയ വിഭവത്തിന്റെ കഥ. നമ്മുടെ നാട്ടിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഭക്ഷണ വിഭവമാണ് പൊറോട്ട. രുചിയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണെങ്കിലും അതിന്റെ ആരോഗ്യപരമായ വശങ്ങളെക്കുറിച്ച് പലപ്പോഴും ആശങ്കകൾ ഉയരാറുണ്ട്. ജാതിയോ മതമോ പറഞ്ഞ് ഇതിനെ ആരും ബുദ്ധിമുട്ടിക്കാറില്ല എന്നത് ശരിയാണ്. പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും പൊറോട്ട വിമർശിക്കപ്പെടുന്നത്. പൊറോട്ടയുടെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. കേരളവും തമിഴ്നാടും ഇതിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുന്നുണ്ട്. ചിലർ പറയുന്നത് പശ്ചിമേഷ്യയിൽ നിന്ന് അറബ് വ്യാപാരികളിലൂടെയാണ് പൊറോട്ട കേരളത്തിലെത്തിയത് എന്നാണ്. നമ്മുടെ നാടിന് പണ്ടുമുതലേ അറബ് രാജ്യങ്ങളുമായി വ്യാപാരബന്ധമുണ്ടായിരുന്നതുകൊണ്ട് കടൽമാർഗം ഇത് മലബാറിലെത്തിയിരിക്കാം. മറ്റൊരഭിപ്രായം, ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് ജോലിക്കെത്തിയ തൊഴിലാളികളാണ് പൊറോട്ട ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ്. അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്കും പിന്നീട് കേരളത്തിലേക്കും ഇത് പ്രചരിച്ചു. വടക്കേ ഇന്ത്യയിലെ പരാത്ത എന്ന വിഭവവുമായി ഇതിന് ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും നമ്മുടെ പൊറോട്ട ഉണ്ടാക്കുന്ന രീതിയിലും രുചിയിലും പരാത്തയിൽ നിന്ന് വ്യത്യസ്തമാണ്. പൊറോട്ട ആദ്യമായി കണ്ടുപിടിച്ചതാരാണെന്ന് കൃത്യമായ രേഖകളില്ല. ഇത് ഒരു വ്യക്തിയുടെ കണ്ടുപിടുത്തമായി കാണുന്നതിനേക്കാൾ കാലക്രമേണ പ്രാദേശിക ചേരുവകളും പാചകരീതികളും ചേർന്ന് രൂപപ്പെട്ട ഒരു വിഭവമായി കാണുന്നതാണ് ഉചിതം. പൊറോട്ട ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിന്റെ ആരോഗ്യപരമായ കാര്യങ്ങൾ കൊണ്ടാണ്. ദോഷങ്ങൾ: പൊറോട്ടയുടെ പ്രധാന ചേരുവ മൈദയാണ്. മൈദയിൽ നാരുകളും മറ്റു പോഷകങ്ങളും വളരെ കുറവാണ്. ഇത് ദഹന പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പെട്ടെന്ന് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഒരു സാധാരണ പൊറോട്ടയിൽ ഏകദേശം 340 കലോറി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരഭാരം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ പൊറോട്ടയുണ്ടാക്കാൻ ധാരാളം എണ്ണയോ ഡാൽഡയോ ഉപയോഗിക്കുന്നത് കൊഴുപ്പിന്റെ അളവ് കൂട്ടുന്നു. പ്രത്യേകിച്ചും ഡാൽഡയുടെ ഉപയോഗം ഹൃദയാരോഗ്യത്തിന് ദോഷകരമാണ്. മൈദ ദഹിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതിനാൽ ചിലർക്ക് ഇത് ദഹനപ്രശ്നങ്ങൾക്ക് കാരണമാകാം. ഗുണങ്ങൾ: പൊറോട്ട വളരെ രുചികരമായ ഒരു ഭക്ഷണമാണ്. ബീഫ്, ചിക്കൻ, മുട്ടക്കറി തുടങ്ങിയവയോടൊപ്പം കഴിക്കുമ്പോൾ ഇതിന്റെ രുചി വർദ്ധിക്കുന്നു. ഉയർന്ന കലോറിയുള്ളതിനാൽ ഇത് നല്ല ഊർജ്ജം നൽകുന്നു. കായികമായി കൂടുതൽ അധ്വാനിക്കുന്നവർക്ക് ഇതൊരു ഊർജ്ജസ്രോതസ്സായിരിക്കാം. നമ്മുടെ നാട്ടിൽ എവിടെയും എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒരു വിഭവമാണിത്. പൊറോട്ട പൂർണ്ണമായി ഒഴിവാക്കേണ്ട ആവശ്യമില്ല. മിതമായ അളവിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് കഴിക്കാവുന്നതാണ്. മൈദയ്ക്ക് പകരം ഗോതമ്പുപൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പൊറോട്ട തിരഞ്ഞെടുക്കുക. പൊറോട്ട കഴിക്കുമ്പോൾ നാരുകളടങ്ങിയ പച്ചക്കറിക്കറികളോ പയർവർഗ്ഗങ്ങളോ ചേർത്ത് കഴിക്കുക. വളരെ പ്രധാനമായി അമിതമായി കഴിക്കുന്നത് ഒഴിവാക്കുക. വല്ലപ്പോഴും മാത്രം കഴിക്കുക. വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ എണ്ണയുടെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. മറ്റേതൊരു ഭക്ഷണത്തെയും പോലെ പൊറോട്ടയും മിതമായി കഴിക്കുമ്പോഴാണ് ഏറ്റവും നല്ലത്.